ചെടിക്കും ഓരോ സ്ഥാനമുണ്ട്. ചില ചെടികൾ അകത്തളങ്ങളിൽ പോലും വെക്കാം. ചിലതിന് മുറ്റം വരെ സ്ഥാനമുള്ളൂ. ചിലത് വീടിനോട് ചേർത്ത് വയ്ക്കാം. ചിലത് പറമ്പിലാകാം. ചിലത് അടുത്ത പറമ്പിൽ പോലും കാണരുതെന്ന് പറയും. നിങ്ങളും ഇങ്ങനെ കേട്ടിട്ടില്ലേ? ശരിയാണ്. ദിശ നോക്കി വെക്കേണ്ട ഒരു വള്ളിച്ചെടിയാണ് ശംഖുപുഷ്പം. കിഴക്ക്, വടക്ക് കിഴക്ക് ഭാഗങ്ങളിലാണ് ഇതിൻ്റെ സ്ഥാനം. ഈ ചെടിയുടെ ശരിക്കുമുള്ള പേര് അപരാജിത എന്നാണ്. തോൽപ്പിക്കാൻ കഴിയാത്തത് എന്നാണ് അർത്ഥം. പ്രധാനമായും 2 നിറത്തിലുള്ള പൂക്കളുണ്ട്, നീലയും വെള്ളയും. പിന്നെ കാട്ടുചെടിയായിട്ട് വളരുന്ന ഒരു ശംഖുപുഷ്പമുണ്ട്. ഇപ്പോൾ മൾട്ടി പെറ്റൽസ് ആയിട്ടുള്ളവയുണ്ട്. പക്ഷേ നീലയ്ക്കും വെള്ളയ്ക്കുമുള്ള ഔഷധ ഗുണങ്ങൾ ഈ ചെടികൾക്കുണ്ടോ എന്നറിയില്ല. ദൈവികത ഒരുപാടുള്ള ഒരു ചെടിയാണിത്. ദേവപൂജയ്ക്ക് മുൻപന്തിയിലാണ് ഈ പൂവിൻ്റെ സ്ഥാനം. നീല ശംഖുപുഷ്പം ശിവപൂജയ്ക്കും വിഷ്ണുപൂജയ്ക്കും ശാസ്താവിനും വളരെ പ്രിയപ്പെട്ടതാണ്. വെള്ള ശംഖുപുഷ്പം ലക്ഷ്മി ദേവിയെ പൂജിക്കാൻ ഉപയോഗിക്കുന്നു. പ്രത്യേകിച്ച് ധനലക്ഷ്മിയെ പൂജിക്കാൻ ഉപയോഗിക്കുന്നു. വിജയദശമി ദിനത്തിൽ ദേവിക്ക് വെളുത്ത ശംഖുപുഷ്പം സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ്. ഈ ചൂട് സമയത്ത് ഇതിൻ്റെ ഇലകളിലും മൊട്ടിലുമൊക്കെ വെള്ളം നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കണം. എന്നാലേ പൂക്കൾ നന്നായി വിടർന്നു നിൽക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ മുരടിച്ചതുപോലെ ചെറിയ പൂക്കളാവും വിടരുക. ചുവപ്പും മഞ്ഞയും ഓറഞ്ചും പിങ്കും അങ്ങനെ പല നിറങ്ങളിലുള്ള പൂക്കൾ മിക്കവാറും പൂന്തോട്ടത്തിൽ വിരിഞ്ഞു നിൽപ്പുണ്ടാവും. അവയ്ക്കിടയിൽ ഈ നീല പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക്.